ഗാന്ധിജി കാണിച്ചു തന്ന സത്യാഗ്രഹ സമരരീതിയിലൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് കവലയിൽ. ഇന്നത്തെ ഈ കവലയോടുകൂടി ഇന്നത്തെ നാട്ടുവിശേഷം അവസാനിക്കുകയാണ്. അതിനുശേഷം ബൂത്ത് വണ്ണുമായി സന്ധ്യാലക്ഷ്മണൻ ചേരും. സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധതരം സമരമാർഗങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നാം. ഗാന്ധിജി കാണിച്ചു തന്ന സത്യാഗ്രഹ സമരത്തിലൂടെ 2 വർഷത്തോളമായി സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടി സമാധാനപൂർണ്ണമായ സത്യാഗ്രഹ സമരം നടക്കുന്ന ഒരു കൂട്ടം ഗാന്ധിയൻ പ്രവർത്തകരെ ആണ് ഇന്ന് കവല പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം, 2 വർഷത്തോളമായി അവർ ഉന്നയിച്ച ഏതൊക്കെ കാര്യങ്ങളാണ് പരിഹരിക്കപ്പെട്ടത്, ഇനി എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. 2 വർഷത്തോളമായി ഈ സമരമാർഗം ഗാന്ധിജിയുടെ സമാധാന സത്യാഗ്രഹം തുടർന്നു പോരുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുണ്ടോ? ഒരാവശ്യവും ഏതെങ്കിലും അധികാരികളുടെ മുമ്പിൽ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുള്ളത്. പട്ടിണിയാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സത്യാഗ്രഹ പരിപാടി നമ്മൾ ഇവിടെ തുടങ്ങിയത്. പട്ടിണിയില്ലാത്ത ഒരു ഭാരതം ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി പ്രായോഗികമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് 1 മണിക്കൂർ കാർഷിക വൃത്തിയിൽ ഞങ്ങൾ മിക്കവരും ഏർപ്പെടുന്നുണ്ട്. കർഷകന് മുഖ്യ പ്രാധാന്യം കൊടുക്കണം. അവൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടണം. അങ്ങനെ കർഷകനെ പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടി കാർഷിക വിഭവങ്ങൾ വർദ്ധിക്കുകയും ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്താലാണ് പട്ടിണിക്കൊരറുതി വരെ വരുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് പരിസരം മലിനീകരിക്കുന്നതും പുഴകൾ അടച്ചു കെട്ടുന്നതും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തങ്ങൾ വരുത്തിക്കൂട്ടിയതാണെന്ന് വേണം പറയാൻ. ആലുവയിൽ 3 മീറ്ററും ചമ്പക്കര കനാലിൽ 3 ഇഞ്ചും പൊങ്ങിയപ്പോൾ അത് നമ്മുടെ കൺട്രോൾ കുറവുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഞങ്ങളിവിടെ ഗാന്ധിയൻ കൂട്ടായ്മയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പേപ്പറിലിട്ടിട്ടുണ്ട്. പക്ഷേ ആ നദികളെ സംബന്ധിച്ച് ബന്ധിപ്പിക്കുന്നതിനോ കടലിലേക്ക് സുഗമമായിട്ട് പോകുന്നതിനോ യാതൊന്നും ചെയ്യുന്നില്ല. പേരൂർ കനാൽ ക്ലീനിംഗ് എന്നും പറഞ്ഞ് മുടക്കുന്ന പൈസ ഒരു സ്ഥലത്തും എത്തുന്നില്ല. അത് എത്താനും ഞങ്ങളുടെ ഈ സമരം സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് സാമ്പത്തിക സംവരണം അല്ല വേണ്ടത്. നമുക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഒരു സംവിധാനം രാജ്യത്ത് വേണം. ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല. രണ്ടാമത് കാർഷിക വ്യാവസായിക മേഖലകളിലെല്ലാം മാസ് പ്രൊഡക്ഷൻ്റെ രീതി വരികയും കോർപ്പറേറ്റുകൾ വളരുന്ന ഒരു സംവിധാനമാണ് രാജ്യത്ത് ഇന്ന് നടക്കുന്നത്. നമ്മുടെ സാധാരണ കർഷകർക്കോ അല്ലെങ്കിൽ വ്യവസായികൾക്കോ ചെറുകിട വ്യവസായങ്ങൾ, അതായത് കുടിൽ വ്യവസായങ്ങൾ, വീടുകളിൽ ചെയ്യുന്ന വ്യവസായങ്ങൾ, ഇതൊന്നും പരിപോഷിപ്പിച്ച് കൊണ്ടുവരുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി നമ്മൾ വിപ്ലവം നടത്തുക, പക്ഷേ അക്രമത്തിലേക്ക് പോകാതിരിക്കുക, പരമാവധി അക്രമം ഇല്ലാത്ത ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുക. അതുപോലെ ഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ആ ഭയപ്പാട് ഇല്ലാതെ നമുക്ക് സഹകരണ മനോഭാവത്തോടുകൂടി മുന്നേറണം എന്നുള്ളൊരാവശ്യം ഉണ്ട്. അതുകൊണ്ട് ഗാന്ധിയൻ ചിന്തയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ ഉറപ്പിക്കാവുന്ന ഒരു കാലഘട്ടവും കൂടെയാണ്. മനുഷ്യനായി കാണാനുള്ള ഒരു വിദ്യാഭ്യാസം, കാർഷിക വ്യക്തിയോടുള്ള സിലബസും ഹൈസ്കൂൾ കോളേജ് പഠനത്തിൽ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ്, ഹർത്താലും അക്രമവും ഒന്നുമല്ല. ഗാന്ധിജി കാണിച്ചു വന്ന സമാധാനപൂർണ്ണമായ സത്യാഗ്രഹ മാർഗത്തിലൂടെ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങളെ സമൂഹത്തിന് മുന്നിലും സർക്കാരുകളുടെ മുന്നിലും അവതരിപ്പിക്കുക, എന്നിട്ട് അതിന് പ്രശ്നം കാണുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ കവല ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.